പൂർണ്ണ മനസ്സോടെ ഒരു കാര്യം ചെയ്യുന്നതും മനസ്സില്ലാ മനസ്സോടെ ചെയ്യുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഒരു ജോലിയാകട്ടെ, ഒരാളെ സഹായിക്കുന്നതാകട്ടെ, ജീവിതയാത്രയിൽ ഏതൊരു കാര്യവും പൂർണ്ണ മനസ്സോടെ നമുക്ക് ചെയ്യാൻ കഴിയും, അല്ലാതെയും ചെയ്യുവാൻ കഴിയും. പൂർണ്ണ മനസ്സോടെ അല്ലാതെ നാം ഒരു കാര്യം ചെയ്യുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ തന്നെ അവർക്കത് മനസ്സിലാകുവാൻ കഴിയും. ഇവിടെ ദൈവസന്നിധിയിലേക്ക് നാം അടുത്ത് വരുമ്പോൾ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ദൈവവചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പൂർണ്ണ മനസ്സോടെ ആവണം ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരേണ്ടത് എന്നുള്ളതാണ്. പൂർണ്ണ മനസ്സോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ദൈവത്തിന്റെ കരുതലും സ്നേഹവും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തോട് ചേർന്നുള്ള യാത്രയിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് നാം അടുത്തു വരുന്നത് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നാം ചെയ്യുമ്പോൾ മാത്രമേ ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവിക നന്മകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം നൽകുന്ന ഈ വാഗ്ദത്തം ബാബിലോണിലെ പ്രവാസത്തിൽ കഴിയുന്ന ജനത്തോടുള്ളതാണ്. ഈ ദൈവവചനം നമ്മോടും ദൈവം സംസാരിക്കുന്നുണ്ട്. ഇവിടെ പൂർണ്ണ ഹൃദയം എന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ടുള്ള പ്രാർത്ഥനകൾക്ക് അപ്പുറം നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ദൈവഹിതത്തോട് പൂർണ്ണമായി യോജിക്കുന്ന ഒരവസ്ഥയിൽ മാത്രമേ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ കഴിയുകയുള്ളൂ. ദൈവഹിതത്തിന് വിരുദ്ധമായ ഒരു ആഗ്രഹം വെച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ പലപ്പോഴും നമുക്ക് ദൈവത്തെ വേണ്ടതുപോലെ അറിയുവാനോ ആരാധിക്കുവാനോ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിലെ ദൈവം ഈ ലോകത്തിൽ നിങ്ങൾക്ക് തന്ന ഈ ആയുസ്സിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് തിരിച്ചറിഞ്ഞ് നാം ദൈവത്തോട് ചേർന്ന് ചുവടുകൾ വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം അനുഗ്രഹിക്കപ്പെടുന്നത്. നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കണം, നാം ദൈവത്തോട് അടുത്തു ചെല്ലുന്നത് അത് ആരാധനയായിക്കൊള്ളട്ടെ, പ്രാർത്ഥനയായിക്കൊള്ളട്ടെ, ഏത് മീറ്റിംഗും ആയിക്കൊള്ളട്ടെ, അത് യഥാർത്ഥത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണോ ഞാൻ ദൈവത്തോട് അടുത്തു ചെല്ലുന്നത് എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ഒരു കടമ നിർവഹിക്കാനും മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന കാരണം കൊണ്ടും എല്ലാമാണ് നമ്മുടെ കൂടിവരവുകളിൽ നാം പങ്കെടുക്കുന്നത് എങ്കിൽ പലപ്പോഴും ആ കൂടിവരവുകൾ കൊണ്ട് ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യം. നമ്മുടെ കൂടിവരവുകളിലെല്ലാം യേശുവിനെ കൂടുതൽ അറിയുവാൻ, യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, യേശുവിന്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും പൂർണ്ണ മനസ്സോടുകൂടിയുമുള്ള നമ്മുടെ കൂടിവരവുകൾ യഥാർത്ഥത്തിൽ ദൈവ സാന്നിധ്യം ജ്വലിക്കുന്ന നിമിഷങ്ങളായി മാറും. നാം ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നമ്മുടേതായ പല ന്യായീകരണങ്ങളും ഉണ്ടാകാം. എന്നാൽ യഥാർത്ഥത്തിൽ എൻ്റെ ഈ പ്രവൃത്തി ദൈവം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നാം ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ചില കാര്യങ്ങളോട് നോ പറയാൻ ദൈവം പറയുമ്പോൾ അതിന് നമുക്ക് കഴിയണം. അതിന് നമ്മെ പ്രാപ്തരാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പ്രിയദൈവത്തിലെ നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇതുവഴി നടക്ക എന്ന് പറഞ്ഞ് നമ്മെ വഴി നടത്തുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയുമ്പോൾ ആ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. ദൈവാത്മാവ് നടത്തുന്ന പാതയിൽ ജീവിതയാത്ര മുന്നേറുവാൻ നമുക്ക് കഴിയും. എന്നാൽ ഇതിനെല്ലാറ്റിനും ഉപരി യഥാർത്ഥത്തിൽ തീരുമാനമെടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. ജീവിതയാത്രയിൽ എനിക്ക് എവിടെയും എത്തിച്ചേരാൻ പറ്റുന്നില്ലല്ലോ എന്ന് തിരിച്ചറിയുമ്പോൾ നിരാശപ്പെട്ട് പരിതപിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സമയം കളയാതെ എൻ്റെ ദൈവമേ എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ഹിതം നിറവേറാനായി ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തോട് ചേർന്ന് ചുവടുകൾ വെക്കുവാൻ തുടങ്ങ്. ഈ ദിവസങ്ങളിൽ തന്നെ നിന്ദിക്കുന്നവരുടെ മധ്യേ മാനിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും. നിങ്ങൾ ദേശങ്ങൾ ഒരു അനുഗ്രഹമായി തീരും. എന്നാൽ യഥാർത്ഥത്തിൽ തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. ഇപ്പോൾ കടന്നു പോകുന്ന നമ്മുടെ ചുവടുകൾ തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോൾ നാം ഒന്ന് തിരുത്തുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവാത്മാവിനാൽ നാം തിരുത്തപ്പെടുവാൻ നമുക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമുക്ക് ഇഷ്ടമുള്ളതും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതുമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. ഈ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത് ദേശങ്ങൾക്ക് നിങ്ങളൊരു അനുഗ്രഹമായി മാറും. ഇതിന് എല്ലാറ്റിനും ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ ഒരു തീരുമാനമാണ്. പൂർണ്ണ മനസ്സോടെ ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ തയ്യാറാകുന്ന നിമിഷം മുതൽ ദൈവപ്രവൃത്തി നിങ്ങളിൽ തുടങ്ങുകയായി. ഇന്ന് ദൈവത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ജീവിതയാത്രയിൽ കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ ജനം അനുഭവിച്ചറിയട്ടെ.
ഈ ദിവസങ്ങളിൽ ഇവരോടുള്ള ദൈവിക പദ്ധതികൾ തിരിച്ചറിഞ്ഞ് ചുവടുകൾ വെക്കുവാനും ജനത്തെ സഹായിക്കണം. ഇവർ ദേശങ്ങൾക്ക്, രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറണം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാണ്. സകല മനോമഹത്വം അങ്ങേക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവത്തിലെ, തീർച്ചയായും നിങ്ങൾ ഒരു അനുഗ്രഹമാകും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.